നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മന്ത്രിസഭാ രൂപീകരണത്തിൽ തലസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകൾ. ലീഗിന് 5 മന്ത്രിസ്ഥാനവും ഒരു പ്രധാന പദവിയും നൽകിയേക്കും. ചെന്നിത്തലയെ വിഡിയും കെസിയും വീണ്ടും കാണും. ആഭ്യന്തര വകുപ്പിൽ അനുനയിപ്പിക്കൽ നീക്കം. ഒരു MLA മാത്രമുള്ള ഘടകകക്ഷികൾക്ക് ടേം വ്യവസ്ഥ ആലോചനയിൽ. ലീഗ് കേരളത്തിന്റെ മതേതര മുഖമെന്ന് VD സതീശൻ. പട്ടിക നാളെ ഗവർണർക്ക് കൈമാറും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ BJP സംസ്ഥാന നേതൃത്വം. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ അംഗങ്ങളെ രൂക്ഷ വിമർശനം. MP രാജേഷ് മികച്ച മന്ത്രിയെന്നും തൃത്താലയിലും നെന്മാറയിലും ചേരിതിരിവ് തോൽപ്പിച്ചുവെന്നും പരാമർശം. കോങ്ങാട് PK ശശി പ്രഭാവമെന്നും പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം. തോൽവിക്ക് കാരണം നേതാക്കളുടെ ശൈലിയെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ പരാമർശം. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഒരു മരണം. ആലപ്പുഴയിൽ ഓടയിൽ വീണ് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് ചാത്തനാട് സ്വദേശി. കോഴിക്കോട് പുലർച്ചെയോടെ ശക്തമായ കാറ്റ്. 10 വീടുകൾ പൂർണ്ണമായും 7 വീടുകൾ ഭാഗികമായും തകർന്നു. കനത്ത നാശനഷ്ടം. ഡെലിവറി ജീവനക്കാരുടെ രാജ്യവ്യാപക പണിമുടക്ക് തുടങ്ങി. വൈകിട്ട് 5 മണി വരെ മുഴുവൻ ആപ്പ് അധിഷ്ഠിത സർവീസുകളും നിർത്തിവെക്കും. പ്രതിഷേധം ഇന്ധനവില വർധനവിന് എതിരെ. ഇറാനെതിരെ അമേരിക്ക ശക്തമായ സൈനിക നടപടിക്ക് ഒരുങ്ങുന്നതായി സൂചന. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി 2.0 നടപ്പാക്കാൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ട്. ട്രംപിന്റെ നിർണായക തീരുമാനം ചൈനയിൽ നിന്ന് തിരിച്ചെത്തിയതിന് പിന്നാലെ. ബൈലോ തിരുത്താൻ താരസംഘടനയായ അമ്മ. പ്രസിഡന്റിന് കൂടുതൽ അധികാരം നൽകും. കരട് എക്സിക്യൂട്ടീവ് പരിഗണിക്കും. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെതിരെ പ്രതിഷേധം. റാപ്പർ വേടന്റെ മാലയിലേത് യഥാർത്ഥ പുലിപ്പല്ലെന്ന് സ്ഥിരീകരിച്ചതോടെ കുറ്റപത്രം സമർപ്പിക്കാൻ വനം വകുപ്പ്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഉഭയകക്ഷി ചർച്ചകൾ തുടരുകയാണ്. ലീഗിന് 5 മന്ത്രിസ്ഥാനവും ഒരു പ്രധാന പദവിയും നൽകിയേക്കും എന്നാണ് സൂചന. ജോസഫ് വിഭാഗത്തിൽ ഒരു മന്ത്രിയും ചീഫ് വിപ്പും കമ്മീഷൻ ചെയർമാൻ പദവിയും കിട്ടുമെന്നാണ് സൂചന. രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും കാര്യമായി തുടരുന്നുണ്ട്. ചെന്നിത്തലയുടെ വസതിയിൽ എത്തിയിരിക്കുകയാണ് VD സതീശൻ. അതിനിടെ തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ BJP സംസ്ഥാന നേതൃത്വം പങ്കെടുക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന് അൻഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിൽഡ്, മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചകൾ ഒരു ഘട്ടം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോഴും അത് തുടരുകയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഈ ഉഭയകക്ഷി ചർച്ചയിൽ എടുത്തു പറയേണ്ടത് ലീഗിൻ്റെ 5ാം മന്ത്രിസ്ഥാനം. ലീഗ് ആവശ്യപ്പെട്ടിരുന്നത്, ആദ്യം കേട്ടിരുന്നത് 5 മന്ത്രിമാർ വേണമെന്നല്ലേ ലീഗ് ആവശ്യപ്പെട്ടിരുന്നത്. ഇപ്പോൾ കേൾക്കുന്നു ലീഗിന് 5 മന്ത്രിസ്ഥാനവും ഒരു പ്രധാന പദവിയും നൽകിയേക്കും എന്ന തരത്തിൽ വിവരങ്ങൾ വരുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ ലീഗ് ആവശ്യപ്പെട്ടത് 5 മന്ത്രിസ്ഥാനം 6 സ്ഥാനമായിരുന്നോ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതോ? ലീഗ് ആവശ്യപ്പെടാതെ തന്നെ ഒരു സ്ഥാനവും കൂടി കൊടുക്കാൻ തയ്യാറാവുകയാണോ? എന്താണ് സംഭവിക്കുന്നത്? സ്വാഭാവികമായും ചോദിക്കുന്ന സംശയം അത് എല്ലാവർക്കും ഉയരുന്നത് തന്നെയാണ്. കാരണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ രീതിയിൽ ലീഗ് ആവശ്യപ്പെടുന്ന രീതിയിൽ അത്രയും തന്നെ നൽകാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഉണ്ടോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷേ ലീഗ് നേതൃത്വം, ഉന്നത നേതൃത്വം ഇപ്പോൾ അത് ഇന്നലെ മുതൽ തന്നെ നമ്മളോട് ആവർത്തിച്ച് പറയുന്നതാണ്. അത് ഈ 5 മന്ത്രിസ്ഥാനം അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുള്ളതാണ്. അതിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. അത് വളരെ നേതൃത്വം തന്നെ രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഒറ്റക്കെട്ടായി പറയുന്നതാണ്. അതിനകത്തൊരു തർക്കവുമില്ല. ഒപ്പം തന്നെയും ഈ 4 മന്ത്രിമാരിലേക്ക് ചുരുങ്ങുമ്പോൾ അതിനൊട്ടും തയ്യാറല്ല എന്നവർ വളരെ നേരത്തെ അറിയിച്ചു കഴിഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ തന്നെ മന്ത്രിസ്ഥാനം കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയുമില്ല, തർക്കവുമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനുമായുള്ള ചർച്ചയിൽ പോലും 5 മന്ത്രിസ്ഥാനത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞ് ഏറെക്കുറെ ഉറപ്പ് ലഭിച്ചു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇനി പ്രഖ്യാപനം മാത്രം. മറ്റൊന്ന് ഒരു ക്യാബിനറ്റ് പദവി കൂടി, അതായത് ഇവർ നേരത്തെ പറഞ്ഞത് കമ്മീഷൻ പദവി കൂടി, ഒന്നുകിൽ വയോജന കമ്മീഷൻ പദവി, അതല്ല എങ്കിൽ വനപരിഷ്കാര കമ്മീഷൻ
പദവി, ഈ ചെയർമാൻ പദവി, അത് MK മുനീറിനെ ഉദ്ദേശിച്ചാണ് ഈ 2 കമ്മീഷൻ പദവിയിൽ ഏതെങ്കിലും ഒന്ന് വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഈ ലീഗ് നേതാക്കളുമായി ചർച്ച ചെയ്യുമ്പോഴും കോൺഗ്രസിലെ ചില നേതാക്കന്മാരിൽ നിന്ന് ലഭിക്കുന്ന സൂചന മാത്രമാണ് ഈ 5 മന്ത്രി പദവിയുടെ ഒപ്പം തന്നെ MK മുനീറിനെ അവർക്ക് പരിഗണിക്കാൻ കൃത്യമായ ഒരു പദവി കൊടുക്കണം. അതുകൊണ്ട് മാത്രം ഒരു കമ്മീഷൻ, അത് ഭരണപരിഷ്കാര കമ്മീഷനാണോ വയോജന കമ്മീഷനാണോ ഉറപ്പില്ല, അങ്ങനെ ഒരു കമ്മീഷൻ പദവിയും കൂടി ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ്. അത് ലഭിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പ് എന്ന രീതിയിൽ തന്നെയാണ് അൺഫിൽട്ട് പറഞ്ഞു നിന്ന് ഒരു കാര്യം വ്യക്തമാവുകയാണ്. ലീഗ് ആവശ്യപ്പെട്ടിരുന്നത് 5 മന്ത്രിസ്ഥാനവും ഒരു ചെയർമാൻ സ്ഥാനവുമാണ്. അത് ഭരണപരിഷ്കരണ കമ്മീഷൻ ആവാം, വേറെ ഏതെങ്കിലും ആവാം, അത്തരത്തിലൊരു പദവി. അങ്ങനെ 6 സ്ഥാനങ്ങളായിരിക്കാം ഒരുപക്ഷെ ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കുമല്ലോ അതിലേക്ക് വഴങ്ങാൻ ഇപ്പോൾ കോൺഗ്രസ് തയ്യാറാവുന്നത്. 5 ആണെങ്കിൽ 4 എന്ന് പറഞ്ഞിരുന്നു, 4ഉം ഒരു ഭരണപരിഷ്കരണ കമ്മീഷനും കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും 5-ൽ ഒതുങ്ങും. പക്ഷേ ഇപ്പോൾ ആവശ്യപ്പെടാതെ തന്നെ ഒരു പദവി കൂടി കൊടുക്കാൻ തയ്യാറാവണമെങ്കിൽ ആവശ്യപ്പെട്ടിരുന്നത് 6 ആയിരിക്കാം ഒരുപക്ഷെ. അങ്ങനെ മനസ്സിലാക്കേണ്ടി വരുന്നു. തീർച്ചയായും അത് അവർ ആദ്യമേ തന്നെ മുന്നോട്ട് വെച്ചതാണ്. ഈ MK മുനീറിന് ഒരിക്കലും ഒരു മന്ത്രി പദവിയിലേക്ക് അദ്ദേഹം മത്സരിച്ചില്ല, അതുകൊണ്ട് പറ്റില്ല. പക്ഷേ MK മുനീറിനെ കൂടി ഒരു പരിഗണന നൽകണം എന്നത് ഒരു ആവശ്യമാണ്, ഒരു അനിവാര്യത എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. UDF കോൺഗ്രസിന് അങ്ങനെ ഒരു വൈകാരിക ഒരു പ്രശ്നം കൂടി ഉള്ളതാണ്. അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ MK മുനീറിനെ കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു കമ്മീഷന്റെ പദവി കൂടി അദ്ദേഹത്തിന് നൽകി. ഈ കമ്മീഷൻ പദവി നേരത്തെ തന്നെ ലീഗ് നേതാക്കളുടെ ചർച്ചകളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. MK മുനീറും KP മജീദ് ഒക്കെ ആയിരുന്നു ചർച്ച. പക്ഷേ MK മുനീറിന് എന്തായാലും ഒരു പദവി എന്ന രീതിയിലേക്ക് ചർച്ചകൾ വരുമ്പോഴാണ് 5 മന്ത്രിമാർക്ക് പുറമെ ഒരു കമ്മീഷൻ പദവി എന്ന രീതിയിലേക്ക് വരുന്നത്. ഇത് ചില സൂചനകൾ ഉറപ്പ് ലഭിച്ചു എന്ന രീതിയിൽ നേതൃത്വം പറയുന്നെങ്കിലും കോൺഗ്രസ് ഈ 5 മന്ത്രി എന്നതിൽ കോൺഗ്രസ് നേതാക്കൾ ഏറെക്കുറെ ഉറപ്പിച്ച മട്ടിൽ തന്നെ പറയുന്നു. പക്ഷേ അധികമായി ലഭിക്കുന്ന ഈ കമ്മീഷൻ പദവിയിൽ ലീഗ് നേതാക്കൾ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ കോൺഗ്രസിന് ഒരു വ്യക്തത കൂടി വരാനുണ്ട്. അത് ഇന്ന് വൈകിട്ടോടുകൂടി, കാരണം 2ാം ഘട്ട ചർച്ചകൾ വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ലീഗ് നേതാക്കൾ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കന്റോൺമെന്റ് ഹൌസിലെത്തി ഉഭയകക്ഷി ചർച്ചകളിൽ പങ്കെടുക്കും. മറ്റൊന്ന് ജോസഫ് വിഭാഗമാണ്. ഈ ജോസഫ് വിഭാഗം 2 മന്ത്രി എന്ന് ഉറപ്പിച്ചു നിൽക്കുന്നു. 1ാം ഘട്ട ചർച്ച കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഒരു മന്ത്രിസ്ഥാനം ചീഫ് വിപ്പ് പദവിയും അവർക്ക് നൽകും. ഒപ്പം തന്നെ PJ ജോസഫിന് ഒരു കമ്മീഷൻ പദവി. ഈ 2 കമ്മീഷനാണ്, ഒന്ന് വയോജന കമ്മീഷൻ, ഒപ്പം ഭരണപരിഷ്കാര കമ്മീഷൻ. ഈ 2 കമ്മീഷനിൽ ഒരാൾക്ക് MK മുനീറിന് ഒരു കമ്മീഷൻ പദവി, PT ജോസഫിന് ഒരു കമ്മീഷൻ പദവി എന്ന രീതിയിലാണ് ഇപ്പോൾ ഏറെക്കുറെ തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഇനി മറ്റു ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾക്ക് ശേഷം വരും. ഇതിൽ ഒറ്റ MLA മാരുള്ള ഘടകകക്ഷികൾക്ക് ഒരു പക്ഷേ ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിലേക്ക് ചർച്ചകൾ നീളുകയാണ്. അതുകൊണ്ടാണ് ചർച്ച 2ാം ഘട്ടത്തിലേക്കൊക്കെ മാറ്റി നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ CP ജോൺ, ഒപ്പം പിന്നെ അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ഈ 3 പേർക്കും ടേം വ്യവസ്ഥയിലൊരു മന്ത്രിസ്ഥാനമായിരിക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി തീരുമാനങ്ങളും ചർച്ചകളും ഒക്കെ പൂർത്തിയാക്കുമെന്ന് തന്നെയാണ്. ശരി അൺഫിൽട്ട്, കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുകൊണ്ട് അൺഫിൽട്ടിലേക്ക് വരാം. ഇപ്പോൾ എബിയിലേക്ക് പോവുകയാണ്. എബി KC വേണുഗോപാലിന്റെ വീട്ടിലുണ്ട്. എബി, അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? രാവിലെ മുതൽ അവിടെ നേതാക്കളൊക്കെ വരുന്നുണ്ട്, KCയുമായി ചർച്ച നടത്തുന്നുണ്ട്. അതിനിടെ KC ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന തരത്തിലും രാവിലെ മുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. അതിലേക്ക് കടന്നോ KC? എന്താണ് വിവരങ്ങൾ? മായ ആ നിലയ്ക്കുള്ള ചർച്ചകളിലേക്ക് പോയിട്ടില്ല. എന്തായാലും രാവിലെ മുതൽ തന്നെ നിരവധിയായിട്ടുള്ള നേതാക്കൾ, അത് പാർട്ടിയുടെ മുന്നണി നേതാക്കളൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ, KP സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പാണ് UDF കൺവീനർ അടൂർ പ്രകാശ് വന്ന് ഇവിടെ എത്തിയത്. അദ്ദേഹം ചർച്ചകൾ നടത്തി മടങ്ങുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അവിടെ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ ഈ പട്ടിക തയ്യാറാക്കാൻ കഴിയും, പട്ടിക പൂർത്തിയാക്കി ഉള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നുള്ളൊരു കാര്യമാണ് അടൂർ പ്രകാശ് അല്പസമയം വ്യക്തമാക്കിയത്. എന്തായാലും രാവിലെ മുതൽ തന്നെ നേതാക്കൾ എത്തിയിരുന്നു. ആ നിലയ്ക്ക് ശക്തമായ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മന്ത്രിസഭാ രൂപീകരണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും KC പക്ഷത്തിന് വലിയ രീതിയിലുള്ളൊരു പ്രാതിനിധ്യം അതിലുണ്ടാകണം. അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന കാര്യത്തിൽ നമുക്ക് ഒരു തർക്കത്തിനും ഇടയില്ലാത്ത വിധം പറയാൻ കഴിയും. ഏതാണ്ട് 6 മന്ത്രിമാർ താങ്കൾ പറയുന്ന അനുസരിച്ചുള്ള ആളുകൾ മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്നുള്ളതായിരുന്നു ആദ്യം മുതൽ തന്നെ പറഞ്ഞു വെച്ചിരുന്നത്. 8 ചോദിച്ചു, അതിൽ 6-ൽ ഏതാണ്ട് ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയ്ക്കുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ KPC അധ്യക്ഷനൊപ്പം തന്നെ PC വിഷ്ണുനാഥ് തുടങ്ങിയിട്ടുള്ള നേതാക്കളൊപ്പം തന്നെ MK രാഘവൻ MP, ആന്റോ ആന്റണി MP തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ തന്നെയും വന്നിരുന്നവരൊക്കെയും KCയുടെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. KC മുന്നോട്ട് വെച്ച KC അംഗങ്ങളുടെ പേരുകളൊക്കെ മന്ത്രിമാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായി എന്നാണ് അനൗദ്യോഗികമായി എബി നൽകുന്ന വിവരങ്ങൾ. ഇപ്പോൾ കണ്ണൻ ദേവ് ഉണ്ട് രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ, അവിടേക്ക് പോവുകയാണ്. കണ്ണൻ,
രമേശ് ചെന്നിത്തലയുടെ വീട്ടിലൊരു അവസ്ഥ എങ്ങനെയാണ്? രാവിലെ മുതൽ അവിടെ വലിയ തോതിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്, ഒപ്പം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട് അങ്ങോട്ട്. ചെന്നിത്തല ക്യാബിനറ്റിൽ ഉണ്ടാവുമോ, ആഭ്യന്തരമന്ത്രിയാവുമോ എന്ന കാര്യത്തിലൊക്കെ പല അനുനയ ശ്രമങ്ങളും നടക്കുന്നുണ്ട് പല ഭാഗത്തു നിന്നും. എന്താണ് അവിടെ നിന്നും കൂട്ടിച്ചേർക്കാനുള്ളത് ഈ മണിക്കൂറിൽ? മായ, കൃത്യമായി ഇതിലൊരു നിർണായക തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ BD സതീശൻ കൂടിക്കാഴ്ച നടത്തുകയാണ്. രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ കാര്യം. ഇപ്പോൾ ഏതാണ്ട് 15 മിനിറ്റോളമായി അദ്ദേഹം എത്തിയിട്ട് നിർണായകമായ കൂടിക്കാഴ്ച തന്നെയാണ്. ഏത് തരത്തിലാണ് മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇവിടെ എത്തി ഒരു അനുനയ നീക്കം നടത്തി അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്കൊക്കെ ക്ഷണിച്ചിരുന്നതാണ്. അതിനുശേഷം ദീപദാസ് മുൻഷി ഉൾപ്പെടെ അവിടെ എത്തി ആ ഒരു അനുനയ നീക്കം വീണ്ടും നന്നായി കൈകാര്യം ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇന്ന് രാവിലെ ഈ മന്ത്രിസഭയിലേക്ക് ആരൊക്കെ എന്നതടക്കമുള്ള തീരുമാനങ്ങളിൽ പുതിയ ഫോർമുലയുമായി കോൺഗ്രസ് നേതൃത്വം എത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ രമേശ് ചെന്നിത്തല നിലപാട് കൂടുതൽ കടുപ്പിച്ചത്. അതായത് രമേശ് ചെന്നിത്തലയുടെ കൂട്ടത്തിലുള്ളവർക്കും, അതായത് ഒപ്പമുള്ള അൻവർ സാദത്ത്, അതുപോലെ IC ബാലകൃഷ്ണൻ എന്നിവർക്കും മന്ത്രിസ്ഥാനം നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചത്. ഇത്തരത്തിൽ തനിക്ക് അടക്കം മന്ത്രിസ്ഥാനം നൽകിയില്ല എങ്കിൽ താൻ മന്ത്രിസഭയിലേക്കില്ല, പകരം ഹരിപ്പാട് MLA ആയി തുടർന്നോളാം എന്നൊരു നിലപാടാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത്തരത്തിൽ ഒരു നിലപാടെടുത്താൽ അത് കോൺഗ്രസിന്, അടുത്ത സർക്കാരിന് തീർത്തും ഒരു നെഗറ്റീവ് ആകും എന്നത് മനസ്സിൽ കണ്ടുകൊണ്ടാണ്. നേതൃത്വത്തിന് നന്നായി അറിയാം, ജനങ്ങളുടെ ഇടയിൽ അത് അത്ര നല്ലതായിരിക്കില്ല, അതൊരു മോശം പ്രവൃത്തിയായിരിക്കും എന്നത് അറിയാവുന്നത് കൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയെ ഏത് വിധേനയും മന്ത്രിസഭയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ നേതൃത്വം പ്രവർത്തിക്കുന്നത്. VD സതീശൻ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നേരിട്ടെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. നേരത്തെ അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ച് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ അതല്ല, അദ്ദേഹവുമായി നേരിട്ട് കണ്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്താനാണ് VD സതീശൻ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ആഭ്യന്തരം ഉൾപ്പെടെയുള്ള ഒരു ആഭ്യന്തരം ആണ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുകയും മറ്റ് 2 മന്ത്രിസ്ഥാനങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ പക്ഷത്തുള്ളവർക്ക് നൽകുകയും വേണമെന്നാണ് പ്രധാനമായ ആവശ്യം. എന്തായാലും അത് അംഗീകരിക്കുമോ എന്നതാണ് വരും മണിക്കൂറുകൾ എന്തായാലും അറിയാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് പിന്നാലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ശരി, കണ്ണനാണ് രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. രമേശ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് തനിക്ക് ആഭ്യന്തര വകുപ്പ് വേണം, ഒപ്പം തന്റെ പക്ഷത്തുള്ള 2 പേർക്ക് മന്ത്രിസ്ഥാനം വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് അംഗീകരിച്ച മട്ടില്ല. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലുണ്ട്. അനുനയ ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എങ്ങനെ പോകും കാര്യങ്ങളെന്ന് വരും മണിക്കൂറുകളിൽ നിന്ന് വ്യക്തമാവും. ലീഗ് കേരളത്തിന്റെ മതേതര മുഖമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പട്ടിക നാളെ ഗവർണർക്ക് കൈമാറും. ലീഗ് നേതാക്കളെ കണ്ട ശേഷം പ്രതികരിക്കുകയായിരുന്നു VD സതീശൻ. ടീം UDF എന്നതിന് എല്ലാ പിന്തുണയും നൽകിയ നേതാവായിരുന്നു പാണക്കാട് തങ്ങൾ. ഭിന്നിപ്പുണ്ടാക്കാനും ആരും വരേണ്ടതില്ല എന്നും മന്ത്രിസഭാ രൂപീകരണത്തിൽ ഒരു തർക്കവും ഉണ്ടാവില്ല എന്നും VD സതീശൻ പറഞ്ഞു. മന്ത്രിമാരുടെ പട്ടിക നാളെ ഗവർണർക്ക് കൈമാറും. യൂണിയൻ മുസ്ലിം ലീഗ് നമ്മുടെ UDF രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം കൂടിയാണ്. ഞങ്ങൾ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ ടീം UDF ആയിട്ടാണ് പ്രവർത്തിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാർട്ടി പ്രവർത്തിക്കുന്നത് പോലെയാണ് അസംബ്ലിക്കകത്തും പുറത്തും പ്രവർത്തിച്ചത്. അതിനെല്ലാം എല്ലാ പിന്തുണയും തന്ന ഒരാളാണ് അഭിവന്ദ്യനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ്. അദ്ദേഹത്തിന്റെ പിന്തുണയുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ നമ്മളെടുത്തൊരു അതിശക്തമായ ഒരു മതേതര നിലപാടുണ്ടായിരുന്നു. അത് കേരളം അംഗീകരിച്ചു. ആ മതേതര നിലപാടിന്റെ പിൻബലവും അദ്ദേഹമായിരുന്നു. വളരെ സന്തോഷമുണ്ട്. ഏതായാലും കേരളം രാഷ്ട്രീയ സമൂഹം അറിയിക്കുന്ന ഒരു നല്ല ഭരണാധികാരിയെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആ ഒരു സന്തോഷം എന്നും ഉണ്ടാവും. എല്ലാവിധത്തിലുള്ള പിന്തുണയും അദ്ദേഹത്തിന് മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്നും UDF-ൽ നിന്നൊക്കെ ഉണ്ടാവും. ലീഗിന്റെ ഒരു വലിയ ബലമുണ്ടായിരുന്നു എന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അദ്ദേഹത്തിന് മാത്രമല്ല, കേരളീയ സമൂഹത്തിന് മുഴുവൻ ലീഗിന്റെ ബലമുണ്ട്. ഇപ്പോൾ അദ്ദേഹമാണ് കേരളീയ സമൂഹത്തിന്റെ ബലമായി മാറിയിട്ടുള്ളത്. കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പലരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആശാ വർക്കേഴ്സ് സമരസമിതി നേതാക്കൾ അവിടെ വന്നിരുന്നു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശനെ കാണുകയുണ്ടായി. തങ്ങൾക്ക് തന്ന വാക്ക് പാലിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി അറിയിച്ചെന്നും ആദ്യ ക്യാബിനറ്റിൽ തന്നെ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ആശാ സമരസമിതി നേതാക്കൾ പ്രതികരിച്ചു.
കോൺഗ്രസിലും UDFിലും മന്ത്രിസഭാ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ KC വേണുഗോപാലിന്റെ തിരുവനന്തപുരത്തെ നാലാഞ്ചിറയിലെ വീട്ടിൽ നടക്കുന്നത് നിർണായകമായ നീക്കങ്ങളാണ്. KPCC അധ്യക്ഷൻ ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകരുടെയും MLAമാരുടെയും MP മാരുടെയും വലിയ നിര KCയെ കണ്ട് മടങ്ങി. MK രാഘവൻ, ആന്റോ ആന്റണി അടങ്ങിയ മുതിർന്ന നേതാക്കളും KCക്ക് പിന്തുണ അറിയിച്ച് അവിടെ എത്തി. കേരളത്തിലെ പാർട്ടിയിൽ സ്വാധീനം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് KC വേണുഗോപാലും അനുയായികളും. കോൺഗ്രസ് മന്ത്രിമാരുടെ പട്ടികയ്ക്ക് അന്തിമ അനുമതി നൽകേണ്ടത് ഹൈക്കമാൻഡ് ആയതിനാൽ KCക്ക് അക്കാര്യത്തിൽ വ്യക്തമായ റോൾ ഉണ്ടാകുമെന്നുറപ്പ്. തിരുവനന്തപുരം നാലാഞ്ചിറയിലെ KCയുടെ വീട്ടിലേക്ക് രാവിലെ മുതൽ പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒഴുക്കിന് കാരണവും ഇതുതന്നെ. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, MK രാഘവൻ, ആന്റോ ആന്റണി തുടങ്ങിയ MP മാരും MLAമാരും വീട്ടിലെത്തി. സഭാ രൂപീകരണ ചർച്ചകൾ നല്ല നിലയിൽ പുരോഗമിക്കുന്നു. ഞാനിപ്പോൾ ബഹുമാനായ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വസതിയിൽ അദ്ദേഹത്തെ സന്ദർശിച്ചു. ഇനിയിപ്പോൾ കന്റോൺമെന്റ് ഹൌസിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനും മറ്റ് UDF നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്യും. കാര്യങ്ങൾ നല്ല നിലയിൽ എല്ലാം പരിഹരിച്ചു. എവറിഥിങ് ഈസ് ഗോയിങ് സ്മൂത്ത്. KCക്ക് അകമഴിഞ്ഞ പിന്തുണയാണ് MK രാഘവൻ നൽകുന്നത്. KC വേണുഗോപാലിനെ ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ലെന്നും MK രാഘവൻ പറഞ്ഞു. എല്ലാവരും ചെയ്തല്ലോ അദ്ദേഹത്തെ ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയുണ്ടോ? അതുകൊണ്ട് ചിലർക്ക് ആത്മസുഖം ഉണ്ടാവും. അതുണ്ടാവട്ടെ. അല്ല, ഉണ്ടാവട്ടെ. ചെയ്തവർക്കുണ്ടാവട്ടെ. ചെയ്തവർക്കുണ്ടാവട്ടെ. K കരുണാകരന്റെ കാലത്ത് പോലും ഇല്ലാത്ത പിന്തുണയാണ് KCക്കെന്ന് ആന്റോ ആന്റണി പ്രതികരിച്ചു. എനിക്ക് തോന്നുന്നു K കരുണാകരന്റെ പ്രതാപകാലത്ത് പോലും അദ്ദേഹത്തിന് പോലും പാർലമെന്ററി പാർട്ടിയിൽ ഇത്രയും അംഗങ്ങളുടെ പിൻബലം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഒരു പുതിയ തീരുമാനത്തിന് ഏറ്റവും വിധ പിന്തുണയും കൊടുത്ത് ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മാതൃകയായി നിൽക്കുന്ന നേതാവാണ്. തന്നോടൊപ്പം നിൽക്കുന്ന MLAമാർക്ക് മന്ത്രിസഭയിൽ സ്ഥാനങ്ങൾ ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ് KC ക്യാമ്പ് ഊർജിത പ്രവർത്തനം തുടരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രമേശ് ചെന്നിത്തലയെ സന്ദർശിക്കാനായി നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയം മുമ്പ് വഴുതക്കാട്ടെ വീട്ടിൽ എത്തിയിരുന്നു. അവിടെ നിന്നും ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. തോൽപ്പിച്ചത് ഭരണവിരുദ്ധ വികാരമല്ല, നേതാക്കളുടെ ശൈലിയാണെന്നാണ് അംഗങ്ങൾ പറയുന്നത്. വീട്ടിൽ പോയി ചോദിക്ക് ഡാഷ് മോനെ പ്രയോഗങ്ങൾ കൊണ്ട് എന്ത് നേടിയെന്നും വിമർശനം ഉയർന്നു. പാർട്ടി തിരുത്തിയില്ലെങ്കിൽ അണികൾ തിരുത്തിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. CPMന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ എക്കാലത്തെയും വലിയ തിരിച്ചടിയാണ് പാർട്ടി നേരിട്ടത്. ഭരണമികവ് പുലർത്തിയിട്ടും ജനം തിരിഞ്ഞു. നേതാക്കളുടെ ശൈലിയാണ് ഇതിന് പ്രധാന കാരണം. പൊതുപ്രസ്താവനകളിലും മാധ്യമ പ്രതികരണങ്ങളിലും ജാഗ്രത പുലർത്തണമായിരുന്നുവെന്നും വിമർശനമുയർന്നു. സ്വഭാവ ശൈലിയുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കടുത്ത വിമർശനമാണ് നേരിട്ടത്. വീട്ടിൽ പോയി ചോദിക്ക് ഡാഷ് മോനെ തുടങ്ങിയ പ്രയോഗങ്ങൾ കൊണ്ട് എന്ത് നേടിയെന്നും നേതാക്കൾ ചോദിച്ചു. CPM മണ്ഡലങ്ങളിൽ 30,000-ലധികം പാർട്ടി വോട്ടുകൾ നഷ്ടമായെന്നാണ് കണ്ടെത്തൽ. അടിയൊഴുക്ക് കണ്ടെത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. പാർട്ടി തിരുത്തിയില്ലെങ്കിൽ അണികൾ തിരുത്തിക്കും. അതാണ് ആന്തൂർ, മലപ്പട്ടം, മയ്യിൽ പോലുള്ള മേഖലകളിൽ കണ്ടതെന്നും നേതാക്കൾ വിമർശനമായി ഉയർത്തി. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥിത്വം പാർട്ടി അണികൾക്കിടയിൽ പോലും അസ്വസ്ഥത ഉളവാക്കി. ഇവിടങ്ങളിലെ എതിർ സ്ഥാനാർത്ഥികളെ ചെറുതായി കണ്ടത് വിനയായെന്നും കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. മട്ടന്നൂരിലെയും അഴീക്കോട്ടെയും വോട്ട് ചോർച്ച പ്രത്യേകം പരിശോധിക്കണമെന്നും സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ഒന്നും മറച്ചുവെക്കേണ്ടതില്ല, പറയേണ്ടത് മുഴുവൻ പറഞ്ഞോളൂ എന്ന ആമുഖത്തോടെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. പാർട്ടി കോട്ടകളെപ്പോലും അമ്പരപ്പിച്ച UDF വിജയത്തിന് അനുഭാവികളുടെയും വർഗ ബഹുജന സംഘടനകളുടെയും പ്രവർത്തകരുടെയും സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അമൃത ന്യൂസ്, കണ്ണൂർ. പാലക്കാട് ജില്ലയിൽ CPMൽ വിഭാഗീയത രൂക്ഷമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ്. തൃത്താല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ പരാജയത്തിന് കാരണം പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളാണെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. വിഭാഗീയ പ്രവർത്തനങ്ങൾ പരിഹരിക്കാനുള്ള നടപടിയിലേക്ക് കടക്കുകയാണ് CPM. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട നിലയാണ് CPMന് ജില്ലയിലുള്ളത്. എങ്കിലും ജില്ലയിൽ 2 മണ്ഡലങ്ങൾ മാത്രം കയ്യിലുണ്ടായിരുന്ന UDF ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ 5 മണ്ഡലം എന്ന നിലയിലേക്ക് ഉയർന്നു. തൃത്താല മണ്ഡലത്തിൽ മന്ത്രി MB രാജേഷ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും പരാജയപ്പെട്ടു. CPM തൃത്താല ഏരിയ കമ്മിറ്റിയിലെ ഐക്യമില്ലായ്മ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു. CPM തൃത്താല ഏരിയ സമ്മേളനത്തിലും വിഭാഗീയത പരസ്യമായി പുറത്തുവന്നിരുന്നു. നെന്മാറയിൽ ഭൂരിപക്ഷം കുറയാൻ കാരണവും
CPM-ലെ പ്രശ്നം തന്നെയാണെന്ന് യോഗം വിലയിരുത്തി. മണ്ഡലം നിലവിൽ വന്നതിനു ശേഷം CPM-നെ കൈവിടാത്ത കോങ്ങാട് ഇത്തവണ അട്ടിമറി വിജയമാണ് UDF നേടിയത്. PK ശശി പ്രഭാവം മണ്ഡലത്തിലെ പരാജയത്തിന് കാരണമായി എന്നും നിഗമനമുണ്ട്. അതേസമയം പാലക്കാട് LDF സ്ഥാനാർത്ഥിയായി CPM രംഗത്തെത്തിച്ച NMR റസാഖ് മികച്ച സ്ഥാനാർത്ഥിയാണെന്നും 2ാം സ്ഥാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായും യോഗം വിലയിരുത്തി. CPM PB അംഗം A വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ K രാധാകൃഷ്ണൻ, K സലീഖ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, പാലക്കാട്. കോഴിക്കോട് കാവിലുംപാറയിൽ ശക്തമായ കാറ്റിൽ വ്യാപകമായ നാശനഷ്ടം. പുലർച്ചെ 2 മണിയോടെ ആഞ്ഞു വീശിയ കാറ്റിൽ മരം വീണ് 7 വീടുകൾ പൂർണ്ണമായും 10 വീടുകൾ ഭാഗികമായും തകർന്നു. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങളും കടപുഴകി. കനത്ത മഴയിൽ ഓടയിലെ മലിനജലത്തിൽ വീണ് യുവാവിന് ദാരുണാന്ത്യം. ആലപ്പുഴ ചാത്തനാട് സ്വദേശി ബോബച്ചൻ തങ്കച്ചനാണ് മരിച്ചത്. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ കാൽ വഴുതി വീഴുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത്. ബോബച്ചൻ ഓടയിൽ വീണ കാര്യം രാത്രി ആരും അറിഞ്ഞിരുന്നില്ല. ഓട തുറന്ന നിലയിലായിരുന്നു. കൈവരിയും ഇല്ലായിരുന്നു. രാജ്യത്തെ ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ച് പണിമുടക്കുമായി ഡെലിവറി ജീവനക്കാർ. 12 മണിക്ക് ആരംഭിച്ച പണിമുടക്ക് വൈകിട്ട് 5 മണി വരെ നീളും. ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം സർവീസസ് വർക്കേഴ്സ് യൂണിയനാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മുഴുവൻ ആപ്പ് അധിഷ്ഠിത സർവീസുകളും നിർത്തിവെച്ചാണ് പ്രതിഷേധം. പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടന് തിരിച്ചടി. പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ല് തന്നെയാണെന്ന് സ്ഥിരീകരണം. കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. കേസിൽ വനം വകുപ്പ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. മാലയിൽ പുലിപ്പല്ല് ലോക്കറ്റായി ഉപയോഗിച്ചതിനായിരുന്നു റാപ്പർ വേടനെതിരെ കേസ്. വേടന്റെ പക്കലിൽ നിന്നും പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചു. കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. കേസിൽ വനം വകുപ്പ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് വേടനെതിരെ ചുമത്തുക. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് കഞ്ചാവ് കേസിന്റെ പരിശോധനയ്ക്കിടെ വേടന്റെ ഫ്ളാറ്റിൽ നിന്നും പുലിപ്പല്ല് കണ്ടെത്തിയത്. വനം വകുപ്പ് അറസ്റ്റ് ചെയ്ത വേടന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. പുലിപ്പല്ല് കൈമാറിയെന്ന് സംശയിക്കുന്ന രഞ്ജിത്ത് കുമ്പടിക്കായി അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. അമൃത ന്യൂസ്, കൊച്ചി. താരസംഘടനയായ അമ്മയുടെ ബൈലോ തിരുത്തും. പ്രസിഡന്റിന് കൂടുതൽ അധികാരം നൽകാനാണ് നീക്കം. കരട് രേഖ ഇന്ന് നടക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കും. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെതിരെ അമ്മ എക്സിക്യൂട്ടീവിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. താരസംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തിന് കൂടുതൽ അധികാരം നൽകുന്ന തരത്തിൽ ബൈലോയിൽ ഭേദഗതി വരുത്താനാണ് നീക്കം. പ്രസിഡന്റ് സ്ഥാനം റബ്ബർ സ്റ്റാമ്പാണെന്ന് ആരോപിച്ച് എക്സിക്യൂട്ടീവ് അംഗം ടിനി ടോം നേരത്തെ രംഗത്തെത്തിയിരുന്നു. പ്രസിഡന്റിന്റെ അധികാരപരിധിക്ക് പരിമിതിയുണ്ടെന്ന അഭിപ്രായമാണ് സംഘടനയിലെ ചില അംഗങ്ങൾക്ക് ഉള്ളത്. ഇതിന് പരിഹാരമായാണ് ബൈലോ ഭേദഗതി. ഇന്ന് നടക്കുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിഷയം ചർച്ചയായി. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെതിരെ യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു. പ്രസിഡന്റിന്റെ പരിമിതി മറയാക്കി അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം കുക്കു പരമേശ്വരൻ ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് ആരോപണം. അമ്മയിലെ ഓഫീസ് സ്റ്റാഫായ അതുല്യക്കെതിരെ നടപടിയെടുക്കുകയും പിന്നീട് തിരുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ, ട്രഷറർ ഉണ്ണി ശിവപാൽ എന്നിവർക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചാണ് അതുല്യ പോലീസിൽ പരാതി നൽകിയിരുന്നത്. ഇതിനു പിന്നാലെ അമ്മ എക്സിക്യൂട്ടീവ് അടിയന്തര യോഗം ചേർന്ന് അതുല്യയെ പുറത്താക്കിയ തീരുമാനം തെറ്റാണെന്ന് കണ്ടെത്തി നടപടി പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഓഫീസ് സ്റ്റാഫ് അതുല്യക്കെതിരെ തെറ്റായ നടപടിയെടുത്തതിൽ ട്രഷറർ ഉണ്ണി ശിവപാലിന് സംഘടന നിർബന്ധിത അവധി നൽകിയിരുന്നുവെങ്കിലും കുക്കു പരമേശ്വരനെതിരെ നടപടി വേണ്ടെന്നായിരുന്നു അമ്മയുടെ നിലപാട്. അമൃത ന്യൂസ്, കൊച്ചി. ഇറാനെതിരെ അമേരിക്ക ശക്തമായ സൈനിക നടപടിക്ക് ഒരുങ്ങുന്നതായാണ് സൂചന. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി 2.0 നടപ്പാക്കാൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ടുകൾ. ചൈനയിൽ നിന്ന് തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് നിർണായക തീരുമാനം. ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്നതിൽ നിന്നും ഹോർമോസ് കടലിടുക്ക് തടയുന്നതിൽ നിന്നും ഇറാനെ പിന്തിരിപ്പിക്കാൻ അമേരിക്കയും ചൈനയും ധാരണയിലെത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതി തൃശൂർ അയ്യന്തോളിലെ ബ്രഹ്മസ്ഥാനം സന്ദർശിച്ചു. മഹാമണ്ഡലേശ്വർ ആയതിനുശേഷം ആദ്യമായാണ് സ്വാമി തൃശൂരിലെ മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിക്കുന്നത്. ബ്രഹ്മചാരിണി ധീരാമൃത ചൈതന്യ, ബ്രഹ്മചാരിണി സാമ ഗീതാമൃത ചൈതന്യ, ബ്രഹ്മചാരി ശ്രീജേഷ്, ബ്രഹ്മചാരി കൃഷ്ണപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്വാമിജിയെ സ്വീകരിച്ചു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ തൃശൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സ്വാമിജി ചോദിച്ചു മനസ്സിലാക്കി. ജൂൺ 3, 4 തീയതികളിലാണ് അമ്മ തൃശൂരിൽ എത്തുന്നത്. കേരള കുംഭമേളയ്ക്ക് അമ്മ നൽകിയ അനുഗ്രഹവും മാതാ അമൃതാനന്ദമയി മഠം നൽകിയ സഹായങ്ങളും സ്വാമിജി അനുസ്മരിച്ചു.
കായിക വാർത്തയിലേക്ക്. IPL-ൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മുതൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. കളിച്ച 11 മത്സരങ്ങളിൽ 4 വിജയങ്ങൾ മാത്രം നേടിയ കൊൽക്കത്ത നിലവിൽ പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ്. ഇന്നത്തെ മത്സരം കൊൽക്കത്തയ്ക്ക് നിർണായകമാണ്. പ്ലേ ഓഫിലേക്ക് കടന്ന ഗുജറാത്ത് 16 പോയിന്റുമായി പട്ടികയിൽ 2ാം സ്ഥാനത്താണ്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.